പ്രിയമുള്ളവരെ, തിരുവനന്തപുരം പൂജപ്പുരയിലെ ഭഗത് സിംഗ് പാർക്ക് ഇപ്പോൾ നവീകരിച്ച് ജനോപകാരപ്രദമാക്കിയിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ശ്രീ പൂജപ്പുര ഉണ്ണി എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം വാർഡ് കൗൺസിലറായിരുന്ന കാലയളവിൽ ഭഗത് സിംഗ് പാർക്കിന് ഒരു നൂതന നവീകരണം നൽകുകയും തുടർന്ന് വന്ന കൗൺസിലർമാർ കാലഘട്ടത്തിനനുസൃതമായ മാറ്റങ്ങൾ അതിൽ കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ പൂജപ്പുര വാർഡിൻ്റെ കൗൺസിലർ എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് വി രാജേഷ് ആണ്. വികസന ഫണ്ടിൽ നിന്നും വിനിയോഗിച്ച് മേയർ 2/10/2024 നവീകരിച്ച പൂജപ്പുര വാർഡിൻ്റെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ നവീകരിച്ച ഈ പാർക്കിൻ്റെ പാതയോരങ്ങളെല്ലാം തന്നെ കരിങ്കൽ കൊണ്ടുള്ള ബ്ലോക്കുകളാണ് ഇട്ടിരിക്കുന്നത്. വളരെയധികം വെള്ളം വീണാൽ തന്നെ വളരെയധികം എളുപ്പത്തിൽ ഉണങ്ങുകയും മറ്റു അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവുമാണ്. അതോടൊപ്പം തന്നെ ഓക്സിജൻ ലഭ്യമാകുന്നതിന് വേണ്ടി പച്ചപ്പുകൾ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഈ കാണുന്ന റോക്കറ്റ് ട്രീ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പൂജപ്പുര ഈ പാർക്കിനകത്ത് ഉണ്ടായിരുന്ന ഒരു മരമാണ്. ഇത് ധാരാളം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇത് വളരെ നാമമാത്രമായി മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും ആ പഴമയെ നിലനിർത്തുവാൻ വേണ്ടി കുറച്ച് മരങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ വരുന്ന കുട്ടികളുടെ മാതാപിതാക്കൾക്ക് വിശ്രമിക്കുവാൻ വേണ്ടിയുള്ള ഒരു ബിൽഡിംഗ് പണിഞ്ഞിട്ടുണ്ട്. ഒരു ഓപ്പൺ ബിൽഡിംഗ് ആണ്. അവിടെ രക്ഷകർത്താക്കൾക്ക് ഇവിടെ വിശ്രമിക്കാവുന്നതാണ്. കുട്ടികൾക്ക് ഇവിടെ കളിക്കാനായി ഒരു കളിക്കളം അല്ലെങ്കിൽ കളിസ്ഥലം രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ഈ കളിസ്ഥലത്ത് എൻ്റെ കുട്ടികൾക്ക് ഇങ്ങനെ കളിക്കാം. ഇതാണ്ട് ഈ സാധനമാണ്. പൂജപ്പുര എന്ന് പറയുന്നത് അനന്തപുരിയുടെ സാംസ്കാരിക കേന്ദ്രങ്ങളിൽ പ്രമുഖമായ ഒരു സ്ഥലമാണ്. ഈ പൂജപ്പുരയിലെ ഇത്തരത്തിലുള്ള പാർക്ക് വളരെ കാലഘട്ടങ്ങളായിട്ടുണ്ട്. ഒരുപക്ഷെ അത് ചില നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഈ വേളയിൽ ഇതില്ലാതിരിക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാനും സാധ്യതയുണ്ട്. ആ ബുദ്ധിമുട്ടുകൾ ഇനി ഉണ്ടാകരുത് എന്ന് കണക്കിലെടുത്താണ് വാർഡ് കൗൺസിലർ ഇതിന് കൂടുതൽ പ്രാധാന്യം നൽകി ഇത്തരത്തിൽ